ഗുഡ് ഈവനിങ്. നമ്മളെ ലാസ്റ്റ് ക്ലാസ് വരെ എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയോ? പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കി തുടങ്ങിയോ? എന്താ അവസ്ഥ എല്ലാ സബ്ജക്റ്റും? എല്ലാവരും നോക്കി തുടങ്ങിയോ? ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും അല്ലേ? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സെപ്പറേറ്റ് ആക്ട് തന്നെയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് GST ആയിരുന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് 2017. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കസ്റ്റംസ് ആക്ട് 1962. ഓക്കെ, കസ്റ്റംസ് ആക്ട് 1962. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് കസ്റ്റംസ് ആക്ട് കൊണ്ടുവന്നത്? ആദ്യത്തെ ചോദ്യം. ഈ കസ്റ്റംസ് ആക്ട് ആരുടെ ഇൻകമാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണല്ലോ. കസ്റ്റംസ് ആക്ട് ആരുടെ ഇൻകമാണ്? കസ്റ്റംസ് ആക്ട് പ്രകാരം ചുമത്തുന്ന കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലേ, കസ്റ്റംസ് ഡ്യൂട്ടി. ഈ കസ്റ്റംസ് ഡ്യൂട്ടി ആരുടെ ഇൻകമാണ്? ആരുടെ ഇൻകാടോ? ഏത് ഗവൺമെന്റിന്റെ ഇൻകാണ് കസ്റ്റംസ് ഡ്യൂട്ടി? ഓക്കെ, സെൻട്രൽ ഗവൺമെന്റ് അല്ലെ? സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, അപ്പോ ഈ കസ്റ്റംസ് ഡ്യൂട്ടി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നതിന് മുമ്പ് നമ്മള് പുറത്തുനിന്ന് ഒരു ഗുഡ്സ്, പുറത്തുനിന്ന് ഒരു കച്ചവടക്കാരൻ നമ്മളെ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യയുടെ കസ്റ്റം ബാരിയർ കടന്നു വരുന്നു, എന്നിട്ട് നമ്മൾ പോർട്ടിലെത്തുന്നു. നമ്മൾ ഓഫീസർ അയാളെ തടഞ്ഞിട്ട് അയാളോട് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് ടാക്സ് അടച്ചിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, ഞങ്ങളുടെ നാട്ടിൽ വിൽക്കണമെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട ടാക്സ് തന്നിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റാൾ കച്ചറ ഉണ്ടാക്കി, സ്വാഭാവികമായിട്ടും. ഞാൻ എന്തിന് ടാക്സ് തരണം? എനിക്കിവിടെ വെക്കാലോ, ഞാൻ എവിടെയാണെങ്കിലും വിറ്റൂടെ, എന്റെ ഗുഡ്സ് അല്ലേ, എനിക്ക് വിറ്റൂടെ. അപ്പോ ഓഫീസർ, അത് പറ്റില്ല, എന്റെ രാജ്യത്ത് വിൽക്കുകയാണെങ്കിൽ ഇവിടെ ടാക്സ് അടച്ചിട്ട് വിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പൊ മറ്റാൾ വീണ്ടും പറയും, എന്തിന്? ഞാൻ അടക്കില്ല, എനിക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ അയാൾ വീണ്ടും പറയുന്നു, അങ്ങനെ അടിയാവുന്നു അല്ലേ? അപ്പൊ ലാസ്റ്റ് ഇത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര അടിയായി കഴിഞ്ഞാല് ഇയാള് പറയുന്നത് എന്ത്? നമ്മളെ വിൽക്കാൻ കൊണ്ടുവന്ന ആള്, സെല്ലർ പറയുന്നു, എന്താ പറയാ, ഈ ഇമ്പോർട്ടർ ഇല്ലേ, ഇമ്പോർട്ടർ എന്ത് പറയും? ഞാൻ അടയ്ക്കില്ല, എനിക്ക് അടയ്ക്കാൻ സൗകര്യമില്ല, ഇവിടെ ഒരു ആക്റ്റിലും അല്ലെങ്കിൽ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ എന്തിനടയ്ക്കണം? ഇവിടെ അങ്ങനെ അടയ്ക്കണം എന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും നിയമം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഓഫീസർക്ക് ഒന്നും പറയാനില്ല, കടത്തിവിടേണ്ടി വരും അല്ലെ? അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യയിലോട്ട് ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴും അവിടെ ചുമത്തുന്ന ഡ്യൂട്ടിയാണ് നമ്മൾ എന്തെന്ന് പറയാ, കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയാ. ഓക്കെ, പുറത്തുനിന്ന് ഒരാൾ എന്തെങ്കിലും സാധനം ഇവിടെ വന്ന് കച്ചവടം ചെയ്യുമ്പോൾ നമ്മളുടെ നാട്ടില് അടയ്ക്കേണ്ട ടാക്സ് ചുമത്താൻ വേണ്ടിയിട്ട് ഇറക്കിയ നിയമമാണ് എന്ത്? കസ്റ്റംസ് ആക്ട് 1962. ഓക്കെ, അപ്പോ ഈ കസ്റ്റംസ് ആക്ട് എന്ന് മുതലാ നിലവിൽ വന്നത്? GST എന്ന് മുതലാ നിലവിൽ വന്നത്? ഏത് ഇയറാ? GST ഏത് ഇയറാ നിലവിൽ വന്നത്? 2017. കസ്റ്റംസ് ആക്ട് പേരിൽ തന്നെ അല്ലടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഏത് ഇയറിലാ പാർലമെന്റ് കസ്റ്റംസ് ആക്ട് എനക്ട് ചെയ്ത വർഷം? 1962. ഓക്കെ, ഇനി സെൻട്രൽ ഗവൺമെന്റിന് ടാക്സ് ചുമത്താൻ പറ്റുന്ന ഐറ്റംസ് ഏത് ലിസ്റ്റിലാ പറഞ്ഞിട്ടുള്ളത്? 3 ലിസ്റ്റ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ലിസ്റ്റ്? ഷെഡ്യൂൾ 7-ലെ ഏതൊക്കെ ലിസ്റ്റ് ആയിരുന്നു? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അല്ലെ? അപ്പോ ഏതിലായിരിക്കും കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടാവുക? ഏതിലായിരിക്കും സെൻട്രൽ ഗവൺമെന്റിന് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താനുള്ള അവകാശം? ഏതിലായിരിക്കും? ഏത് ലിസ്റ്റിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക?
ഏത് ലിസ്റ്റിലായിരിക്കടോ? യൂണിയൻ ലിസ്റ്റ് ആണോ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ, കൺകറന്റ് ലിസ്റ്റ് ആണോ? വേറെ ആർക്കൊന്നും പറയല്ലേ? എടോ റിപ്ലൈ താ. ഓക്കെ, യൂണിയൻ ലിസ്റ്റ് അല്ലെ? യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ആണ് എന്തിനുള്ള അധികാരം കൊടുക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റിന് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താൻ ഉള്ള, ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും മുകളിൽ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താനുള്ള അവകാശം കൊടുക്കുന്നത് യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 83 പ്രകാരമാണ്. ഓക്കെ, ഷെഡ്യൂൾ 7-ലെ യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 83 പ്രകാരം. ഇനി കസ്റ്റംസ് ആക്ട് എവിടെയാണ് അപ്ലിക്കബിൾ? കസ്റ്റംസ് ആക്ട് 1962. അടുത്തത് അതാണ്. എവിടെയാണ്? GST പോലെ തന്നെ എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ മൊത്തം കസ്റ്റംസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നമ്മൾ GST പഠിച്ച പോലെ തന്നെ കസ്റ്റംസിലും എന്തൊക്കെ പഠിക്കാനുണ്ടാവും? എന്തിന്റെ മുകളിലാണ് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുക അല്ലെ? ടാക്സബിൾ ഇവന്റ് എന്താണ്? ഫസ്റ്റ് തിങ്, ടാക്സബിൾ ഇവന്റ് എന്താണ്? പിന്നെ എന്തൊക്കെയായിരിക്കും? എന്തിന്റെ മുകളിലാണ് ചുമത്തുക എന്നുള്ളത് പറഞ്ഞു. ഇനി അതിന്റെ വാല്യൂ കാണണ്ടേ? വാല്യൂ ആ വാല്യൂ എങ്ങനെയാന്നുള്ളത്. റേറ്റ് സ്വാഭാവികമായിട്ടും റേറ്റ് ഉണ്ട്. റേറ്റ് പക്ഷേ ക്വസ്റ്റ്യനിൽ തരും. നമ്മളെ കേസിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ ദിവസം ഓരോ ഐറ്റത്തിന്റെ റേറ്റ് വേണമെങ്കിൽ ഡേ ടു ഡേ മാറാം. ഓക്കെ, ടാക്സ് റേറ്റ് പഠിക്കാനുണ്ട്. പിന്നെ റേറ്റ് അപ്ലിക്കബിലിറ്റി വരുന്നുണ്ട്, ശരിയാണ്. പിന്നെ വാല്യുവേഷൻ വരാം, റീഫണ്ടിന് എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് വരാം, ഡ്യൂട്ടി ഡ്രോബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാം. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പൊ ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ ഒരു ഡോക്യുമെന്റ് അയച്ചിട്ടുണ്ടല്ലോ, ഒരു 5 പേജുള്ള ചാർട്ട്, കസ്റ്റംസ് ചാർട്ട്. അത് ഏതാണ്ട് GST ഫുള്ള് കവർ ചെയ്യുന്ന, കസ്റ്റംസ് ഫുള്ള് കവർ ചെയ്യുന്ന ചാർട്ടാണ്. പ്ലസ് നമ്മൾ പറയുന്ന നോട്ടും കൂടെ എഴുതാം. ഓക്കെ, നോട്ട്സ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ? നോട്ടും പെന്നും ഒക്കെ റെഡി ആണല്ലോ? ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം കസ്റ്റംസ് ആക്ട് 1962 എന്തൊക്കെ നമ്മൾ പറഞ്ഞു? എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ, എൻട്രി നമ്പർ 83 ഓഫ് യൂണിയൻ ലിസ്റ്റ് ഷെഡ്യൂൾ 7-ലെ, പിന്നെ പിന്നെ 1962 മുതലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അനാക്ട് ചെയ്തത്, നടപ്പിലാക്കിയ വർഷം 1962 ആണ്. MCQ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇപ്പൊ ചോദിക്കാറില്ല, അത്ര സിമ്പിൾ ആക്കാറില്ല. ഇൻ കേസ് ഇനിയിപ്പോ അത് മിസ്സായി പോണ്ട, ഈ ക്വസ്റ്റ്യൻസും ഇതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ള കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ലെവി ആൻഡ് എക്സംഷൻ. ഓക്കെ, എന്തിന്റെ മുകളിൽ ചുമത്തും, ഏതിനൊക്കെയാണ് എക്സംഷൻ ഉള്ളത്, ഏതൊക്കെ കേസിൽ നമ്മൾ കസ്റ്റംസ് അടയ്ക്കേണ്ട, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ട. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്, ഏതൊക്കെ തരം ഡ്യൂട്ടീസ് ആണ് കസ്റ്റംസിലുള്ളത്? അഫ്കോഴ്സ് ഒന്ന് ഏതായിരിക്കും? കസ്റ്റംസിന്റെ എന്തെങ്കിലും GST മെർജ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞിട്ടില്ലേ കസ്റ്റംസിന്റെ കേസിൽ? ഇല്ലേ? അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി 2 ഡ്യൂട്ടീസ് ഉണ്ട് നമുക്ക് പറയാം. പിന്നെ ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് നമുക്ക് പറയാണ്ട്. അതിൽ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഉണ്ട്, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്,
കസ്റ്റംസ് ഉണ്ട്, അതുപോലെ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഉണ്ട്. അങ്ങനെ കുറച്ച് നമുക്ക് ഏതൊക്കെ തരം ഡ്യൂട്ടീസ് ആണ് നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വന്നിട്ട് വാല്യുവേഷൻ. ഈ ചോദ്യം എന്തായാലും എല്ലാ പരീക്ഷയ്ക്കും ഉണ്ടാവും. ഓക്കെ, വാല്യുവേഷനിൽ നമുക്ക് ഇമ്പോർട്ടും ഉണ്ട് എക്സ്പോർട്ടും ഉണ്ട്. പക്ഷെ നമുക്ക് ചോദിക്കുക എക്സ്പോർട്ട് ആണ്. എക്സ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എക്സ്പോർട്ടിന്റെ വാല്യുവേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി എന്താണ് പ്രൊസീജിയേഴ്സ്? നമ്മൾ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആദ്യം ഒരു ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. അത് കഴിഞ്ഞ് അത് കസ്റ്റംസ് ഓഫീസർ വാല്യൂ ചെയ്തിട്ട് അതിന്റെ എൻട്രി ഇൻവേർഡ്സ് നൽകണം. അത് കഴിഞ്ഞ് നമ്മൾ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഈ സാധനം ഹോം ക്ലിയറൻസിന് കിട്ടണം. ഇങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമുക്ക് ഇമ്പോർട്ടിന്റെ കേസിൽ. അതുപോലെ തന്നെ എക്സ്പോർട്ടിന്റെ കേസിൽ നമുക്ക് പ്രൊസീജിയേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടിന്റെയും എക്സ്പോർട്ടിന്റെയും പ്രൊസീജിയേഴ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ബാഗേജ് റൂൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് 2 ടേം ആയിട്ട് നമുക്ക് ബാഗേജ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് നോക്കേണ്ട കാര്യമില്ല. ബാഗേജ് റൂൾസ് ഞാൻ തന്ന നോട്ടിൽ ബാഗേജ് ഉണ്ട്, പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കാം. പക്ഷെ എക്സാമിന് റെലവെന്റ് അല്ല. ഓക്കെ, ഇനി ഡ്രോബാക്ക് ഏതൊക്കെ ടൈമിൽ നമുക്ക് ഡ്യൂട്ടി ഡ്രോബാക്ക് കിട്ടും എന്നുള്ള കേസസ് ആണ് നമുക്ക് ആകെ മൊത്തം കസ്റ്റംസ് ആക്ടിൽ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മള് ഈ നോട്ട് ഞാൻ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഇത് പറഞ്ഞു, സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ബീൻ എംപവേർഡ് ബൈ entry number 83 of Union List of 7th schedule of Constitution of India to levy customs duty. Okay, Union List le 83ാമത്തെ എൻട്രിയിലെ 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലെ 83ാമത്തെ എൻട്രിയിലാണ് സെൻട്രൽ ഗവൺമെന്റ് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം നൽകിയത്. ഓക്കെ, ആദ്യം നമുക്ക് പറയാം ഏതാണ് ടാക്സബിൾ ഇവന്റ്. കസ്റ്റംസിന്റെ കേസിൽ ഏതാണ് ടാക്സബിൾ ഇവന്റ്? ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ടാക്സബിൾ ഇവന്റ് എന്താ? എന്ത് സംഭവിക്കുമ്പോഴാണോ ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത് അതാണ് ടാക്സബിൾ ഇവന്റ്, അല്ലെ? അപ്പൊ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കേസിൽ എപ്പോഴാണ് ടാക്സ് അടയ്ക്കാനുള്ള ലയബിലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എപ്പോഴാണ് ടാക്സബിൾ ഇവന്റ്? ഏതാണ് കസ്റ്റംസിന്റെ കേസിൽ ടാക്സബിൾ ഇവന്റ്? അപ്പോ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ കേസിൽ customs duty is levied on goods imported into or exported from India. Goods imported into or exported from India. Goods ഇന്ത്യയിലോട്ട് കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും പുറത്തോട്ട് പോവുകയോ ചെയ്യുന്ന സമയത്താണ് എന്താ applicable ആവുക? കസ്റ്റംസ് ഡ്യൂട്ടി applicable ആവുക. ഓക്കെ, ടാക്സബിൾ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഗുഡ്സിന്റെ ഇമ്പോർട്ട് സംഭവിക്കുന്നത്, എപ്പോഴാണോ ഗുഡ്സിന്റെ എക്സ്പോർട്ട് സംഭവിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇമ്പോർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ പുറത്ത് നിന്ന് ഒരു സാധനം നമ്മളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലോട്ട്. ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എത്ര നോട്ടിക്കൽ മൈൽ ആയിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസല്ലേ, ബേസ് ലൈൻ. ഒരു ബേസ് ലൈനിൽ നിന്നും എത്ര ദൂരം നമുക്ക് എന്തുണ്ട്? നമുക്ക് മൊത്തം അധികാരമുള്ളത് 200 നോട്ടിക്കൽ മൈല് വരെയാണ്. നമ്മൾ ടോട്ടൽ ഓരോ സ്റ്റേറ്റിന്റെയും ബേസ് ലൈൻ 200 നോട്ടിക്കൽ മൈൽ ദൂരം വരെ ആ സ്റ്റേറ്റിന്റെ കൺട്രോളിലാണ്. അത് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിനും ഇത് തന്നെയാണ് കടൽ വരുന്ന സ്റ്റേറ്റ്സ്. മൊത്തം പറയുമ്പോൾ നമ്മളിപ്പോ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കോസ്റ്റൽ ബേസ് ലൈനിൽ 12 വരെയാണ് എന്തെന്ന് പറയാ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയാം. ഓക്കെ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽസ് വരെ. 200
നോട്ടിക്കൽ മൈൽസ് വരെ. ഈ 200 നോട്ടിക്കൽ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെ ദൂരമുള്ള ഏരിയയിൽ നിന്നും കസ്റ്റംസ് അതോറിറ്റിക്ക് എന്തൊരു സെർച്ചോ അറസ്റ്റോ എന്തും ചെയ്യാം. അവിടെ നമുക്ക് കംപ്ലീറ്റ് അധികാരം ആർക്കാണ്? അതാത് രാജ്യത്തിനാണ്. ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിന്റെ ബേസ് ലൈനിൽ നിന്നാണോ ഇത്രയും ദൂരം ഉള്ളത്, എന്താ പറയാ, ആ അത്രയും ദൂരം വരെ ആ സ്റ്റേറ്റിന്റെ പരിധിയിലാണ്. ഓക്കെ, ക്ലിയർ? ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ അതാത് ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെ ഉള്ള ദൂരം എന്ത് പറയും? 12 നോട്ടിക്കൽ മൈൽ വരെ ദൂരം ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിൽ നമ്മൾ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയും. അതുപോലെ തന്നെ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയും. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് സോൺ എന്ന്. ഇനി 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞ് ബാക്കിയുള്ള 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള ഏരിയന് സ്റ്റക്ക് ആവുന്നുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ട് സാർ. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഞാൻ ഇതുവരെ പറയുന്നൊന്നും കേട്ടിട്ടില്ല. ഇപ്പൊ പറയണ്ട സ്റ്റക്ക് ആയി. ഒരു മിനിറ്റ്, ഞാൻ അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മളുടെ ബേസ് ലൈനിൽ നിന്നും അതാത് രാജ്യത്തിന്റെ ബേസ് ലൈനിൽ നിന്നും 12 ആ കടലിലുള്ള ബേസ് ലൈൻ ഇല്ലേ, ബേസ് ലൈൻ നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോ കോസ്റ്റൽ ഏരിയ ലിമിറ്റ് ഫിക്സ് ചെയ്യുന്ന ബേസ് ലൈൻ. ആ ബേസ് ലൈൻ മുതൽ 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരത്തിനെയാണ് എന്തെന്ന് പറയാ? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയാ. ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. അതുപോലെ തന്നെ ഈ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ വരെ ദൂരത്തിനെ എന്തെന്ന് പറയും? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഓക്കെ. ഇനി ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ കഴിഞ്ഞിട്ടുള്ള ഏരിയനെ എന്തെന്ന് പറയും? ഹൈ സീസ്. ഹൈ സീസ്. ഈ ഹൈ സീസ് എന്ന് പറയുന്ന ഏരിയയിലെ എല്ലാ രാജ്യത്തിനും ഈക്വൽ റൈറ്റ് ആണുള്ളത്. ഓക്കെ. ഈ 200 നോട്ടിക്കൽ മൈൽസിലുള്ള കംപ്ലീറ്റ്, നമ്മൾ പറഞ്ഞ ഈ 200 നോട്ടിക്കൽ മൈൽസ് ഇല്ലേ, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അവിടെയുള്ള കംപ്ലീറ്റ് അധികാരം ഇന്ത്യൻ കസ്റ്റംസ് അതോറിറ്റിക്കാണ്. ഓക്കെ. അവിടെ വച്ചിട്ട് അറസ്റ്റ് നടത്താം. തുടക്കവും ക്ലിയർ ആയിരുന്നില്ല. എടാ ഇത്രേ ഉള്ളൂ. കസ്റ്റംസ് ഡ്യൂട്ടി. ഇനി നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി വന്ന കാര്യം പറയണ്ടല്ലോ. കസ്റ്റംസ് ഡ്യൂട്ടി അപ്ലിക്കബിൾ ആവുന്നത് എന്തിന്റെ മുകളിലാണ്? ടാക്സബിൾ ഇവന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ നടക്കുമ്പോഴാണ്. ഇമ്പോർട്ടോ എക്സ്പോർട്ടോ നടക്കുമ്പോഴാണ്. ഓക്കെ. ഈ കസ്റ്റംസ് ഡ്യൂട്ടി നിലവിൽ വന്നത്, പാർലമെന്റ് ഇത് നടപ്പിലാക്കിയ വർഷം എന്ന് പറയുന്നത് 1962 ഓക്കെ, 1962. ഇനി സെൻട്രൽ ഗവൺമെന്റിന് ഈ കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം കിട്ടിയത് യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 83 പ്രകാരമാണ്. ഓക്കെ, എൻട്രി നമ്പർ 83 ഇൻ യൂണിയൻ ലിസ്റ്റ്, 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലെ 83 എന്ന് പറയുന്ന എൻട്രി നമ്പറിലൂടെയാണ് എന്ത് കിട്ടിയത്? സെൻട്രൽ ഗവൺമെന്റിന് കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്താനുള്ള അധികാരം കിട്ടിയത്. ഓക്കെ. ഇനി ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടിന്റെ മുകളിലും എക്സ്പോർട്ടിന്റെ മുകളിലാണ് എന്ത് ചുമത്തുക? കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുക എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോ ഇനി ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും പറഞ്ഞു, അതുപോലെ തന്നെ എന്ത് പറഞ്ഞു? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും അതുപോലെ തന്നെ ടെറിട്ടോറിയൽ വാട്ടേഴ്സും പറഞ്ഞു. അപ്പോ നമ്മളുടെ ഒരു ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലോട്ട് ഒരു ഗുഡ്സ് കടക്കുന്ന സമയത്താണ് ആ ഇമ്പോർട്ട് കമ്മൻസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഇമ്പോർട്ട്
ഹാപ്പൻ ചെയ്യുന്നത് എപ്പോഴാണോ ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലേക്ക് ഈ ഗുഡ്സ് എൻട്രി ചെയ്യുന്ന സമയം അതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് കമൻസ് ചെയ്തു എന്ന് പറയാം. ഓക്കെ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുന്ന സമയത്താണ്, അതാണ് നമ്മളുടെ ടാക്സബിൾ ഇവന്റ്. ഓക്കെ, റെഡി? ഇനി വന്നിട്ട് എക്സ്പോർട്ടിന്റെ കേസിൽ എങ്ങനെയാ, എന്തായിരിക്കും? ഇമ്പോർട്ടിന്റെ കേസിൽ ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്നിട്ട് ഉള്ളിലോട്ട് വരുന്ന കേസ് ആണെങ്കിൽ എക്സ്പോർട്ടിന്റെ കേസിൽ ഏതായിരിക്കും ടാക്സബിൾ ഇവന്റ്? ഏതായിരിക്കടോ? ഏതായിരിക്കും? എടോ, എക്സ്പോർട്ട് ഇമ്പോർട്ടിന്റെ കേസിൽ എപ്പോഴാണ് ടാക്സബിൾ ഇവന്റ്? ഇമ്പോർട്ട് എപ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്? ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിന്റെ പരിധി കടന്ന് ഉള്ളിലോട്ട് വരുന്ന സമയത്താണ് ഇമ്പോർട്ട് സ്റ്റാർട്ട് ആവുന്നത്. ഇമ്പോർട്ട് കമന്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടക്കുമ്പോൾ. അത് കംപ്ലീറ്റ് ആവുന്ന എപ്പോഴാണോ ഇന്ത്യയിലെ ഗുഡ്സിന്റെ ഒരു പാർട്ടായിട്ട് ഈ ഗുഡ്സ് മാറുന്നത്, അപ്പോൾ മാത്രമാണ് ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഇന്ത്യയിലെ ഗുഡ്സിന്റെ പാർട്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഡ്യൂട്ടി ഒക്കെ അടച്ച് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറൻസ് കിട്ടും. അങ്ങനെ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ ഗുഡ്സിന്റെ ഭാഗമാകും. ഓക്കെ, അപ്പോഴാണ് എന്തെന്ന് പറയാം? ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അതെ, അതർ കൺട്രീസിലേക്ക് എൻട്രി ചെയ്യേണ്ട, എക്സ്പോർട്ട് സ്റ്റാർട്ട് ആവാൻ നമ്മളുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്നാൽ മതി. ഓക്കെ, എപ്പോഴാണോ നമ്മളുടെ ഗുഡ്സ് ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുന്നത്, അപ്പോൾ അതെന്തായി? ടാക്സബിൾ ഇവന്റ് ആയി. അവരുടെ ഇതിലേക്ക് കയറുന്ന നോക്കണ്ട, നമ്മളുടെ പരിധിയിൽ നിന്നും പുറത്തോട്ട് പോകുന്ന സമയത്ത് അവിടെ എക്സ്പോർട്ട് സ്റ്റാർട്ടായി. ഓക്കെ, അവിടെയാണ് എക്സ്പോർട്ട് ടാക്സബിൾ ഇവന്റ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ ആരാ ഹോസ്റ്റ് ആയത്? ഹോസ്റ്റ് മാറിയിട്ടുണ്ടല്ലോ, ചെറിയൊരു സ്റ്റെക്ക് വന്നു. ഇർഷാദ്, ഹോസ്റ്റ് എന്നെ ആക്കൂ. പാർട്ടിസിപ്പൻസിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് എസ് ഹോസ്റ്റ് ആക്കും. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം, ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പുറത്ത് നിന്നും, ഇമ്പോർട്ട് മീൻസ് ബ്രിങ്ങിങ് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയുടെ പുറത്ത് നിന്നും ഇന്ത്യയിലോട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നതിനെയാണ് ഇമ്പോർട്ട് എന്ന് പറയുക. ഇനി ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ ടേം, ഓക്കെ, ഇത് ഒരു എന്താ പറയാ, കേസ് ലോന്റെ കേസിൽ വന്ന കേസാണ്. എന്താ പറയാ, നൈറ്റിക് എന്റർപ്രൈസസ് വേഴ്സസ് UOI, യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസ് ലോയിൽ വന്ന കേസാണ്. ഇമ്പോർട്ടഡ് ഗുഡ്സ് മീൻസ് ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും
ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത് എവിടുന്ന്? ഇന്ത്യയുടെ പുറത്തു നിന്നും ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന ഗുഡ്സ് ആണ് ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് ബ്രോട്ട് ഇൻ ടു ഇന്ത്യ ഫ്രം എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്സ് ഗുഡ്സ് വിച്ച് ഹാവ് ബീൻ ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ. നമ്മൾ പറഞ്ഞല്ലോ ഇമ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത് ഈ ഹോം കൺസംഷൻ ഗുഡ്സ് നമ്മളുടെ ഇന്ത്യയുടെ ഗുഡ്സിന്റെ പാർട്ട് ആവുമ്പോഴാണ് ഇമ്പോർട്ട് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഹോം കൺസംഷന് ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇപ്പൊ നമ്മൾ കടയിലൊക്കെ പോയാൽ പറയില്ലേ ഇത് ഇമ്പോർട്ടഡ് സാധനമാണെന്ന് പറയില്ലേ, പക്ഷെ ആക്ച്വലി കസ്റ്റംസിന്റെ കണ്ണിൽ അത് ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ല ഇപ്പോ. ഓക്കെ, വൺസ് ടാക്സ് പേ ചെയ്ത് ഇതിന്റെ ക്ലിയറൻസ് കിട്ടുന്ന വരെ ആ സമയം വരെയാണ് എന്തെന്ന് പറയാം, ആ സമയം വരെയാണ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാലും ആ ഗുഡ്സ് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ നമ്മൾ പറയും എന്ത്, ഇപ്പൊ തിരൂര് മാർക്കറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്ത് പറയും, ആ ഇത് ഇമ്പോർട്ടഡ് സാധനമാണ് അല്ലെ, എന്നിട്ട് കുറെ റേറ്റ് കൂട്ടും. അങ്ങനെയല്ലേ സാധാരണ സംഭവിക്കുക. അപ്പോ അതൊന്നും കസ്റ്റംസിന്റെ കണ്ണിൽ ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ല. ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് കിട്ടുന്ന ആ സമയം വരെ. ഇമ്പോർട്ട് തുടങ്ങുന്നത് എപ്പോഴാണ്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുന്ന സമയം. എന്നിട്ട് ഈ ഗുഡ്സ് ഇന്ത്യയുടെ ഗുഡ്സിന്റെ മാസ് ഓഫ് ഗുഡ്സ് എന്ന് പറയാം. ഇന്ത്യയുടെ ഗുഡ്സിൽ ഒരു ഭാഗമാകുമ്പോൾ ഇമ്പോർട്ട് അവസാനിച്ചു എന്ന് പറയും. ഓക്കെ, ഇനി ഗുഡ്സ് ഇൻക്ലൂഡ്സ്, ഗുഡ്സിൽ എന്തൊക്കെയാ പെടുന്നുള്ളത്. ഈവൻ ദോ ഇൻ ജനറൽ ടേം വി കോൾ ഇറ്റ് ആസ് ഇമ്പോർട്ട്സ്. നമ്മൾ ജനറലി ഇതിന് എന്തെന്ന് പറയും, ഇമ്പോർട്ട് എന്നാണ് പറയാ. ഓക്കെ, ഇനി ഗുഡ്സ് ഇൻക്ലൂഡ്സ് വെസൽസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് വെഹിക്കിൾസ്, നോട്ട് കൺവെയൻസ്. ഓക്കെ, ഈ കൊണ്ടുവരുന്ന വണ്ടിയല്ല, നമ്മളെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ്. നമ്മൾ കാറൊക്കെ ഇമ്പോർട്ട് ചെയ്യില്ലേ, കാറ് വെസലൊക്കെ ഇന്ത്യയുടെ ഉപയോഗത്തിന് വേണ്ടി ഇന്ത്യയിലുള്ള ആൾക്കാർ വാങ്ങുന്നത്. ഓക്കെ, ബിസിനസ് പർപ്പസിനാവാം, അല്ലാതെ ആവാം. എങ്ങനെയാണെങ്കിൽ ഇത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് കൊണ്ടുവരാൻ വേണ്ടി വന്ന വണ്ടികളല്ല. കൺവെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണല്ലോ. GSTയിലെ കൺവെൻസ് എന്തായിരുന്നു? വെസൽ, എയർക്രാഫ്റ്റ് ഓർ വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ കൺവെൻസ് അല്ല, ഈ ഗുഡ്സ് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള വണ്ടികളല്ല. അല്ലാത്ത വെസലോ എയർക്രാഫ്റ്റോ വെഹിക്കിൾ ആയിക്കോട്ടെ ഇവിടേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഗുഡ്സിൽ പെടും. ഇൻക്ലൂഡ്സ് ആണ്. ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റീവ് അല്ല, ഗുഡ്സിൽ ഇതും കൂടെ പെടും എന്നാ പറഞ്ഞത്. മീൻസ് എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങൾ മാത്രമാണ്, ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇതും കൂടെ പെടും എന്നാണ്. അപ്പോ ഒരുവിധം എല്ലാം ഗുഡ്സിൽ പെടും, ഇതും കൂടെ പെടും എന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ്സ് ഇൻക്ലൂഡ്സ് വെസൽസ്, എയർക്രാഫ്റ്റ്സ് ആൻഡ് വെഹിക്കിൾസ്, നോട്ട് കൺവെൻസ്. സ്റ്റോർസ്. എന്താണ് സ്റ്റോർസ്? സ്റ്റോർസ് എന്താ? നമ്മൾ ഈ പലഹാരങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, പലഹാരങ്ങളൊക്കെ ഇല്ലടോ. ഇപ്പൊ നമ്മൾ എയറോപ്ലെയിനിൽ വരുമ്പോ നമുക്ക് ഫുഡ് ഉണ്ടാവും, അതുപോലെ പലഹാരങ്ങൾ ഉണ്ടാവും, അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഷിപ്പിൽ വരുമ്പോഴും ഇതൊക്കെ ഉണ്ടാവും. ഈ സാധനം ഷിപ്പിൽ വെച്ച് ഉപയോഗിക്കുന്നതിനെ അല്ല നമ്മൾ ഈ ഗുഡ്സ് എന്ന് പറയുന്നത്, ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഈ സാധനം ഹോം ക്ലിയറൻസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലേക്ക് ഈ സാധനം, ഇന്ത്യൻ കൺട്രി, ഈ നമ്മളുടെ രാജ്യത്തിലോട്ട് ഈ സാധനം ക്ലിയറൻസിന് വേണ്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കേസിൽ സ്റ്റോർസും ഈ ഗുഡ്സിൽ പെടും. ഇനി ബാഗേജ്. ബാഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലഗേജ് ഒക്കെ കൊണ്ടുവരുന്നില്ലേ. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത്ര കിലോ സാധനം കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നില്ലേ, 30 കിലോ 27 കിലോ അങ്ങനെ എന്തോ അല്ലേ ജനറലി, അങ്ങനല്ലേ. അപ്പൊ ഈ 27 കിലോ സാധനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ബാഗേജ് എന്ന് പറയുന്നത്. അതും ഗുഡ്സിൽ പെടും. ഇനി കറൻസിയും ഗുഡ്സിൽ പെടും. അതുപോലെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്, ഈ സാധനങ്ങളൊക്കെ ഗുഡ്സിൽ പെടും. ആൻഡ് എനി അതർ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ഏത് മൂവബിൾ പ്രോപ്പർട്ടിയും ബാക്കിയുള്ള എല്ലാ മൂവബിൾ പ്രോപ്പർട്ടിയും ഗുഡ്സിൽ പെടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇന്ത്യയിൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സും പെടും. ഓക്കെ, ഇനി ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്താ? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എക്സ്റ്റെൻഡ്സ് ടു 12 നോട്ടിക്കൽ മൈൽ ഫ്രം ബേസ് ലൈൻ. ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള സ്ഥലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് എന്ന് പറയാ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാ. ഇനി ഇമ്പോർട്ട് ഈസ് സെറ്റ് ടു ബി കമൻസ്ഡ്
when goods entered into territorial waters. എപ്പോഴാണ് ഇമ്പോർട്ട് സ്റ്റാർട്ട് ആയത്? കമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആവാം. ഇമ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ടെറിട്ടോറിയൽ വാട്ടേഴ്സിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടെറിട്ടോറിയൽ വാട്ടേഴ്സിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്തെന്ന് പറയാം, ഇമ്പോർട്ട് സ്റ്റാർട്ട് ആയി എന്ന് പറയാം. ആൻഡ് ഷാൾ ബി കംപ്ലീറ്റഡ് വെൻ ഗുഡ്സ് ബിക്കം പാർട്ട് ഓഫ് മാസ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ. ആൻഡ് ഷാൾ ബി കംപ്ലീറ്റഡ് വെൻ ഗുഡ്സ് ബിക്കം പാർട്ട് ഓഫ് മാസ് ഓഫ് ഗുഡ്സ് ഇൻ ഇന്ത്യ. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇന്ത്യയിലുള്ള ഗുഡ്സിന്റെ ഒരു ഭാഗമായി മാറുമ്പോഴാണ് ഈ ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. നമ്മൾ ഡ്യൂട്ടി ഒക്കെ അടച്ച് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് ക്ലിയറൻസ് കിട്ടുന്ന സമയം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെന്ന് പറയും, ഇമ്പോർട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയും. ഇനി ഏരിയ അപ് ടു 200 നോട്ടിക്കൽ മൈൽ ഫ്രം ബേസ് ലൈൻ ഈസ് കോൾഡ് ആസ് ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്. 200 നോട്ടിക്കൽ മൈൽ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽ വരെയുള്ള ദൂരത്തിന് എന്തെന്ന് പറയും, ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയും. കസ്റ്റംസ് അതോറിറ്റിക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് സെർച്ച് നടത്താം, അറസ്റ്റ് നടത്താം, അവിടെ എല്ലാ അധികാരവും ഉണ്ട്. ഓക്കെ, ഈ 200 നോട്ടിക്കൽ മൈൽ വരെ. ഇനി ഈ 200 നോട്ടിക്കൽ മൈൽ കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ 200 നോട്ടിക്കൽ മൈൽസ് എന്താണെന്ന് പറഞ്ഞു? എന്താണ് സ്ഥലം? നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? എന്തായിരുന്നല്ലോ? ഹൈ സീസ് അല്ലെ? ഹൈ സീസ്. ഹൈ സീസ് എന്താ? ഇവിടെ എന്താ കേസ്? all country have equal rights. ഓക്കെ ആണല്ലോ. ഹൈ സീസിൽ എല്ലാ രാജ്യത്തിനും ഈക്വൽ റൈറ്റ് ആണുള്ളത്. 200 നോട്ടിക്കൽ മൈൽ വരെ നമ്മുടെ രാജ്യത്തിന് മാത്രം പവർ ഉള്ള സ്ഥലമാണ്. നമ്മുടെ കസ്റ്റംസ് അതോറിറ്റിക്ക് അവിടെ വെച്ചിട്ട് എന്തും ചെയ്യാം, അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാം, സെർച്ച് ചെയ്യാം, എന്തിനുള്ള അധികാരം ആർക്കുണ്ട്? കസ്റ്റംസ് അതോറിറ്റിക്ക് ഉണ്ട്. ഇനി thus all goods crossing territorial waters may not attract a levy of customs as crossing of territorial waters is only commencement. എന്താ പറഞ്ഞത്? എല്ലാ ഗുഡ്സും ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കസ്റ്റംസ് ലെവി ചെയ്യണം എന്നില്ല. എന്താ പറയുന്നത്? ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടക്കുന്നത് എന്താ, ജസ്റ്റ് തുടങ്ങുന്നതാണ്. അപ്പോ some illustrations where goods crossed territorial waters but customs duty will not be levied are pilferage, remission of duty, transit goods, etc. ഓക്കെ, ഈ പിൽഫറേജ് എന്ന് പറഞ്ഞാൽ പെറ്റി തെഫ്റ്റിലെ മോഷണം പോകില്ലേ സാധനങ്ങൾ, അങ്ങനെ മോഷണം പോകുന്നതിന്, അതുപോലെ ട്രാൻസിറ്റ് ഗുഡ്സ്, അതുപോലെ അബേറ്റ്മെന്റ് ഡ്യൂട്ടി, അങ്ങനെ കുറച്ച് കേസസിൽ നമ്മളെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ എന്ത് വരില്ല? വരില്ലടോ? കസ്റ്റംസ് ഡ്യൂട്ടി വരില്ല. ഓക്കെ, കസ്റ്റംസ് ഡ്യൂട്ടി വരില്ല. അപ്പോ ഈ പിൽഫറേജും റെമിഷനും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ ഈ ട്രാൻസിറ്റ് ഗുഡ്സ്? എന്താ? ട്രാൻസിറ്റ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞ സാധനമല്ലേ. എന്താണ് ഈ ട്രാൻസിറ്റ് ഗുഡ്സ്? What is mean by transit goods? നമ്മൾ എന്താ ട്രാൻസിറ്റ് ഗുഡ്സ്? നമ്മൾ ഇന്ത്യയിലോട്ട് ഒരു സാധനം കൊണ്ടുവന്നു, പക്ഷെ അത് ഇന്ത്യയിലോട്ടുള്ളതല്ല. ഓക്കെ, നമ്മളെ ഇമ്പോർട്ടിന്റെ സമയത്ത് ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യും. ആ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റില് ഇത് ട്രാൻസിറ്റ് ഗുഡ്സ് ആണെന്ന് മെൻഷൻ ചെയ്യണം. അങ്ങനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുഡ്സ് എന്താ, ഇപ്പോ പുറത്തുനിന്ന് വേറെ ഒരു രാജ്യത്ത് നിന്ന്, ഇപ്പൊ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നിട്ട് ഈ സാധനം നേരെ ഓസ്ട്രേലിയയിലോട്ട് പോവാണെന്ന് വിചാരിക്കാം. ഓക്കെ, ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് കടന്നിട്ട് നമ്മൾ ഇതിലോട്ട് വന്നു. ഇത് ആക്ച്വലി എങ്ങോട്ടുള്ളതാ? ഇവിടെ ഇപ്പൊ ABCD 4 ഗുഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 4 ടൈപ്പ് ഗുഡ്സ് ശ്രീലങ്കയിൽ നിന്നും അയച്ച സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ എയും ബിയും ഇന്ത്യയിൽ ഇറക്കിയെന്ന് വിചാരിക്കാം. ഇത് ഇമ്പോർട്ട് ഡ്യൂട്ടി ലെവിയബിൾ ആണ്. ബാക്കിയുള്ള സിയും ഡിയും ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ സാധനം ഇന്ത്യയിലോട്ട് കയറി പോകുന്ന ആ ഗുഡ്സിനെയാണ് എന്തെന്ന് പറയാ? ട്രാൻസിറ്റ് ഗുഡ്സ്. ജസ്റ്റ് ഇന്ത്യക്ക് വേണ്ടി വന്നതല്ല. ഈ സാധനം ഇന്ത്യ കടക്കുന്നുണ്ടെങ്കിലും
മെന്റ് ടു ബി മറ്റൊരു സ്റ്റേറ്റിന്റെ ഇമ്പോർട്ട്, മറ്റൊരു കൺട്രിയുടെ ഇമ്പോർട്ടാണ് അല്ലെ? ക്ലിയർ അല്ലേ? അതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് ഗുഡ്സ് എന്ന് പറയാം. ഇനി ലയബിലിറ്റി ടു പേ ദ ഡ്യൂട്ടി ഷാൾ അറൈസ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഫയലിംഗ് ദ ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ അണ്ടർ സെക്ഷൻ 46. നമ്മൾ ഡ്യൂട്ടി അടയ്ക്കാനുള്ള ലയബിലിറ്റി എപ്പോഴാണ് ഉണ്ടാവുന്നത്? എപ്പോഴാണ് ഡ്യൂട്ടി അടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. ഈ പറഞ്ഞ ബിൽ ഓഫ് എൻട്രി, നമ്മൾ ഹോം കൺസംഷന് വേണ്ടി ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന, ഫയൽ ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് നമ്മളെ ലയബിലിറ്റി സ്റ്റാർട്ട് ആവുന്നുള്ളൂ. ഓക്കെ, അടയ്ക്കേണ്ട സമയമാവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. എക്സ്പോർട്ട് എന്താ പറയാ? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട് ഗുഡ്സ് മീൻസ് ഗുഡ്സ് വിച്ച് ആർ ടു ബി ടേക്കൺ ഔട്ട് ഓഫ് ഇന്ത്യ ടു എ പ്ലേസ് ഔട്ട്സൈഡ് ഇന്ത്യ. എന്താ പറഞ്ഞ? ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ പുറത്തോട്ട് എന്തെങ്കിലും ഒരു ഗുഡ്സ് അയക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എക്സ്പോർട്ട് ഗുഡ്സ് എന്ന് പറയാ. സിമ്പിൾ. ഇനി എക്സ്പോർട്ട് commences when exporter files shipping bill and is completed when goods crossed territorial waters of India. എന്താ പറഞ്ഞത്? എക്സ്പോർട്ട് കമൻസ് ചെയ്യുന്നത് നമ്മൾ ഷിപ്പിംഗ് ബില്ല് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ്. ഷിപ്പിംഗ് ബില്ലാണ് നമ്മളെ എക്സ്പോർട്ടിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഡോക്യുമെന്റ്. ഇപ്പൊ നമ്മൾ IGM-ഉം IR-ഉം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കമ്മീഷണർ അത് ഓക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കപ്പല് ഉള്ളിലോട്ട് കൊണ്ടുവന്നു എന്നുള്ള പെർമിഷൻ കിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ IGM-ല് ഏതൊക്കെ ഗുഡ്സ് ആണ് ജസ്റ്റ് പറയാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എന്നാലും ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അതുപോലെ ഇമ്പോർട്ട് റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടാവുക? എന്തൊക്കെ ഗുഡ്സ് ആണ് ഈ കപ്പലില് അല്ലെങ്കിൽ എയറോപ്ലെയിനില് അല്ലെങ്കിൽ ഈ വെഹിക്കിളിൽ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടാവും? IGM അല്ലെങ്കിൽ IR-ൽ ഉണ്ടാവും. ഈ ഇമ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് റിപ്പോർട്ട് ആര് ചെക്ക് ചെയ്യും? കമ്മീഷണർ നോക്കും. ഈ കമ്മീഷണർ അല്ലെങ്കിൽ പ്രോപ്പർ ഓഫീസേഴ്സ് നോക്കിയിട്ട് അവരത് ഓക്കെ ആണെങ്കിൽ എൻട്രി ഇൻവേർഡ്സ് തരും. എൻട്രി ഇൻവേർഡ്സ് അപ്പോഴും മാത്രമേ നമുക്ക് ഗുഡ്സ് അവിടെ അൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ എൻട്രി ഇൻവേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നതാണ് ഈ ഹോം കൺസംഷന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ വെയർ ഹൗസിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാവും, വെയർ ഹൗസിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാവും. 3 ടൈപ്പ് ബിൽ ഓഫ് എൻട്രി ഉണ്ട്, അതും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോ ഈ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒപ്പം ഡ്യൂട്ടിയും കൂടെ അടയ്ക്കുമ്പോഴാണ് ഇത് മൊത്തം ക്ലിയർ ആവുക. അതുപോലെ എക്സ്പോർട്ടിന്റെ സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ഷിപ്പിംഗ് ബിൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. രണ്ടിന്റെ പ്രൊസീജിയേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, ഇതിലെ മെയിൻ സാധനം എന്ന് പറയുന്നത് പ്രൊസീജിയേഴ്സ് രണ്ടും പഠിക്കുക. ഒരു ചോദ്യം അതായിരിക്കാം. അതുപോലെ തന്നെ വാല്യുവേഷനും മെയിൻ ആണ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം നോക്കണ്ട എന്നുള്ള ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് എല്ലാം. പക്ഷെ വാല്യുവേഷൻ നിർബന്ധമായിട്ട് നോക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്താ 20 മാർക്കല്ലേ ആകെ മൊത്തം കസ്റ്റംസ് എന്നുള്ളത്? 20 മാർക്കല്ലേ? അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വാല്യുവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇനി എന്താ പറഞ്ഞ? എക്സ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഷിപ്പിംഗ് ബില്ല് ഫയൽ ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്? കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. വെൻ ഗുഡ്സ് ക്രോസ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഓക്കെ, 12 നോട്ടിക്കൽ മൈല് ക്രോസ് ചെയ്യുന്ന സമയത്താണ്, ആ അതിർത്തി ക്രോസ് ചെയ്യുന്ന സമയത്താണ് എന്തെന്ന് പറയാ? എക്സ്പോർട്ട് കഴിഞ്ഞു, എക്സ്പോർട്ട് ഫിനിഷ് ആയി എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇമ്പോർട്ട് എക്സ്പോർട്ട് ക്ലിയർ അല്ലേ? ടാക്സബിൾ ഇവന്റ് ക്ലിയർ അല്ലേ? റെഡി അല്ലടോ? ഒരു ഓക്കെ പറ. ഇനി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾ ഓക്കെ എങ്കിലും പറഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകാൻ. മനസ്സിലായി എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്താണ് ഉണ്ടാതിരിക്കുന്നത്? ഓക്കെ, റെഡി. ഇനി എന്താ? റെലവന്റ് ഡേറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ഡ്യൂട്ടി ആൻഡ് താരിഫ് വാല്യുവേഷൻ. ഓക്കെ, ഏത് ദിവസത്തെ ഡ്യൂട്ടി ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടിന്റെ കേസിലാവാം, എക്സ്പോർട്ടിന്റെ കേസിലാവാം. നമ്മൾ മുമ്പ് പഠിച്ചില്ലേ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ള കഥയൊക്കെ പഠിച്ചില്ലേ GST-യില്? അതുപോലെ ഈ ടൈമില് ഇതില് പ്ലേസ് ഓഫ് സപ്ലൈ ടൈം ഓഫ് സപ്ലൈ ഒക്കെ അവിടെ പഠിച്ചില്ലേ? ടൈം ഓഫ് സപ്ലൈ അന്നാണല്ലോ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് അല്ലെ? ഈ കേസിൽ ഏത് ദിവസത്തെ ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? റെലവന്റ്
ഡേറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് ഡ്യൂട്ടി ആൻഡ് താരിഫ് വാല്യുവേഷൻ. ഓക്കെ, എന്താ പറഞ്ഞത്? ഏത് ദിവസത്തെ ഡ്യൂട്ടി, ഏത് ദിവസത്തെ ടാക്സ് റേറ്റ് നമ്മൾ അടയ്ക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി ഏത് ദിവസത്തെ അടയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യത്തെ കേസ് എന്താ? ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ. ക്ലിയർ ആയിട്ട് നോക്കി വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാനുള്ളതാണ് ഇന്ന് തന്നെ. ഓക്കെ, ഈ കേസസ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. എന്താ പറഞ്ഞത്? ഗുഡ്സ് ഹോം കൺസംഷന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യുന്ന കേസിലാണെങ്കിൽ ഏതാണ് റേറ്റ് ഓഫ് ഡ്യൂട്ടി? ഏതാ? എന്നാണോ ബിൽ ഓഫ് എൻട്രി ഡേറ്റ്, ഏതാണോ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് അല്ലെങ്കിൽ എൻട്രി ഇൻവാർഡ് ഡേറ്റ്, എന്നാണോ എൻട്രി ഇൻവാർഡ് വന്നത്, എന്നാണോ സാധനം ഇന്ത്യയിലോട്ട് വന്നത്. ഓക്കെ, ഇന്ത്യയിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IGM വാല്യൂ ചെയ്ത് ഈ സാധനം ഇറക്കാൻ പറയുന്ന സമയമാണ് എൻട്രി ഇൻവാർഡ്. ഓക്കെ, ഇപ്പൊ എന്ത് മനസ്സിലാക്കുക? എൻട്രി ഇൻവാർഡ് ഡേറ്റ് ആണോ അതോ ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ആണോ, ഏതാണോ പിന്നീട് സംഭവിക്കുന്നത്. ഓക്കെ, ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം എന്നാണ് എത്തുക എന്നുള്ള ഏതാണ്ട് ഊഹത്തില് അതിന് 30 ദിവസത്തിനുള്ളിൽ വരെ എന്ത് ചെയ്യാം? 30 ദിവസത്തിനുള്ളിൽ വരെ പിന്നിലോട്ട് പ്രയർ 30 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിൽ ഓഫ് എൻട്രി എടുക്കാം, പ്രശ്നമില്ല. അങ്ങനെ ബിൽ ഓഫ് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ഡേറ്റ്? എൻട്രി ഇൻവാർഡ് ഡേറ്റ്. ഇനി എൻട്രി ഇൻവാർഡ് വന്നതിന് ശേഷമാണ് ബിൽ ഓഫ് എൻട്രി എങ്കിൽ ബിൽ ഓഫ് എൻട്രി ഡേറ്റ്. ഓക്കെ, എന്താ മനസ്സിലായത്? ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ആണോ, ബിൽ ഓഫ് എൻട്രി ഡേറ്റ് ആണോ, അല്ലെങ്കിൽ എൻട്രി ഇൻവാർഡ്. ഓക്കെ, ഇതിൽ ഏതാണോ ലേറ്റർ, വിച്ച് എവർ ഈസ് ലേറ്റർ, ഈ ഡേറ്റിലെ റേറ്റ്. ഓക്കെ, ഈ ഡേറ്റിലെ റേറ്റ് ആണ് എന്ത് ചെയ്യുക? കസ്റ്റംസ് ഡ്യൂട്ടി കാണാൻ ഉപയോഗിക്കുക. ഇനി ഗുഡ്സ് ക്ലിയർഡ് ഫോർ വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗിലേക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, വെയർ ഹൗസിലോട്ട് ഗുഡ്സ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി ഹോം കൺസംഷന് വേണ്ടി ഉപയോഗിക്കില്ല, തൽക്കാലം വെയർ ഹൗസിൽ സൂക്ഷിച്ച് അത് കഴിഞ്ഞ് പിന്നീട് ടാക്സ് അടച്ചതിന് ശേഷം നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഓക്കെ, അത് പ്രൊസീജിയേഴ്സ് പഠിക്കുമ്പോൾ ക്ലിയർ ആവും. എന്താ പറയുന്നത്? ഗുഡ്സ് ക്ലിയർഡ് ഫോർ വെയർ ഹൗസിംഗ്. നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഉപയോഗത്തിനല്ലാതെ ഹോം കൺസംഷൻ ചെയ്യാതെ ഡയറക്ട്ലി കസ്റ്റംസിന്റെ വെയർ ഹൗസിൽ സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണെങ്കിൽ എന്നാണോ എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത്? എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവാർഡ് സബ്മിറ്റ് ചെയ്യുന്ന സമയമല്ല. ഓക്കെ, വെയർ ഹൗസിലോട്ട് കൊടുക്കുന്ന ആ ബിൽ ഓഫ് എൻട്രി അല്ല, അവിടെ നിന്നും എന്നാണോ ഈ ഗുഡ്സ് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഡയറക്ട്ലി ഒന്നുകിൽ എന്ത് ചെയ്യാം? ഹോം കൺസംഷന് വേണ്ടി ഈ ഗുഡ്സ് ടാക്സ് അടച്ചുകൊണ്ട് എടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വെയർ ഹൗസിൽ ഇത് സൂക്ഷിക്കാം. വെയർ ഹൗസിൽ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്നത്തെ റേറ്റ് അപ്ലൈ ചെയ്യാന്നാ പറയുന്നത്? എന്നാണോ ഈ സാധനം വെയർ ഹൗസിൽ നിന്നും എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി, എന്നാണോ ഇത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നത് ആ ഡേറ്റ്, എന്നാണോ ബിൽ ഓഫ് എൻട്രി എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത് ആ ഡേറ്റ് ആണ്, ആ ഡേറ്റിലെ ഡ്യൂട്ടിയാണ് ഗുഡ്സ് ക്ലിയർഡ് ഫോർ വെയർ ഹൗസിംഗിൽ അപ്ലിക്കബിൾ ആവുക. ഓക്കെ, ഇനി എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, ഗുഡ്സിന്റെ എക്സ്പോർട്ട് നടക്കുകയാണെങ്കിൽ ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ. ഓക്കെ, നമ്മൾ ഈ ഷിപ്പിംഗ് ബില്ലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇതിന് എക്സ്പോർട്ടിന് ഒരു ഓർഡർ കിട്ടും ഡിപ്പാർട്ട്മെന്റിന് തന്നെ. അങ്ങനെ ആ ലെറ്റ് എക്സ്പോർട്ട് കിട്ടുന്ന ആ ഡേറ്റിലെ റേറ്റ് ആണ് എക്സ്പോർട്ടിന്റെ കേസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുക? എന്തായിട്ട് ഉപയോഗിക്കാം? കസ്റ്റംസ് ഡ്യൂട്ടി റേറ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, എക്സ്ചേഞ്ച് റേറ്റ് അല്ല പറയുന്നത് കേട്ടോ. ഇപ്പോ നമ്മൾ ഡോളറിലായിരിക്കും സാധനം വരുത്തിയത്, ഇതിന്റെയൊക്കെ റേറ്റ് മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഇനി നമുക്ക് എക്സ്ചേഞ്ച് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നത് റേറ്റ് മാത്രമാണ്. ഇത് നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ എല്ലാവരും? ഇനി ബാഗേജ്, എന്നാണോ ബാഗേജ് ഡിക്ലെയർ ചെയ്യുന്നത്, ബാഗേജിലെ സാധനങ്ങളിലൊക്കെ ഡിക്ലറേഷൻ കൊടുക്കുന്നത് എപ്പോഴാണോ ആ ഡേറ്റിലെ റേറ്റ് ഓഫ് ഡ്യൂട്ടി. അത് നമുക്ക് ചോദ്യങ്ങൾ വരാറില്ല. ഓക്കെ, ഇനി പോസ്റ്റൽ ഗുഡ്സ്, ഇമ്പോർട്ട് ബൈ പോസ്റ്റൽ മോഡ്. പോസ്റ്റൽ വഴി നമ്മൾ എന്തെങ്കിലും സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പോസ്റ്റ് വഴി നമ്മളെ കയ്യിൽ എന്തൊക്കെ ഗുഡ്സ് ആണ് കൊണ്ടുവരുന്നത്, പ്രസന്റേഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് ഗുഡ്സ് ടു പ്രോപ്പർ ഓഫീസർ ഓർ അറൈവൽ ഓഫ് വെസൽ വിച്ചെവർ ഈസ് ലേറ്റർ. എന്നാണോ ഗുഡ്സിന്റെ ലിസ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്നാണോ വെസല്
വരുന്നത് വിച്ച് എവർ ഇസ് ലേറ്റർ, ഏതാണോ ശേഷം സംഭവിക്കുന്നത് ആ ഡേറ്റിലെ റേറ്റ് അപ്ലൈ ആവും. എക്സ്പോർട്ട് ബൈ പോസ്റ്റൽ മോഡ്, എക്സ്പോർട്ടർ ഡെലിവേഴ്സ് ഗുഡ്സ് ടു പോസ്റ്റൽ അതോറിറ്റി. പോസ്റ്റൽ അതോറിറ്റിക്ക് എക്സ്പോർട്ടർ ഗുഡ്സ് ഡെലിവർ ചെയ്യുന്ന സമയത്തിനാണ് ആ ദിവസത്തെ റേറ്റ് ആണ് പോസ്റ്റലിന്റെ എക്സ്പോർട്ടിന്റെ കേസിൽ അപ്ലിക്കബിൾ ആവുക. ബാക്കി എല്ലാ കേസിലും ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഡ്യൂട്ടി. ഓക്കെ, എന്നാണോ ടാക്സ് അടച്ചത് ആ ഡേറ്റ്. ഓക്കെ ആണല്ലോ? ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യമുള്ളൂ. അതെല്ലാവരും നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ ആണോ? മുന്നോട്ട് പോകാലോ? റെഡി ആണല്ലോ? ആദ്യത്തെ കേസാണോ? ഓക്കെ. ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഇമ്പോർട്ട് ചെയ്തു, അത് ഇമ്പോർട്ട് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗുഡ്സ് ഫൈനലി ഫുള്ളായിട്ട് ഇമ്പോർട്ട് പ്രൊസീജിയറിൽ നിന്നും റിലീസ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ടാക്സ് ഫുൾ അടച്ച് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്. ഓക്കെ, അങ്ങനെ ബിൽ ഓഫ് എൻട്രി ഹോം കൺസംഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വെയർ ഹൗസിലോട്ട് മൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ വെയർ ഹൗസിൽ മൂവ് ചെയ്ത സാധനം പിന്നീട് അവിടെ നിന്നും വേറൊരു ബിൽ ഓഫ് എൻട്രി വെച്ചിട്ട് നമുക്ക് വീണ്ടും ഹോം കൺസംഷന് വേണ്ടി മാറ്റാം. ഓക്കെ, 2 കേസസ് ആണ് മൊത്തം വരിക. മൊത്തം 3 ബിൽ ഓഫ് എൻട്രി. ഓക്കെ, ഒന്നെന്താ ഹോം കൺസംഷന് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുഡ്സ് കൊണ്ടുവന്നു, ആ സാധനം ഡയറക്ട്ലി ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഈ സാധനം ബിൽ ഓഫ് എൻട്രി ഹോം കൺസംഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് അടച്ചുകൊണ്ട് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഡയറക്ട്ലി ക്ലിയർ ചെയ്യണമെന്ന് വിചാരിക്കാം. വെയർ ഹൗസിലോട്ടല്ല, ഡയറക്ട്ലി ആ ഗുഡ്സ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ആ കേസിനെയാണ് നമ്മൾ ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ എന്ന് പറയാം. ആ കേസിൽ എന്നാണോ ഈ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതാ ഡേറ്റ് ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നാണോ എൻട്രി ഇൻവാർഡ്സ് ഗ്രാൻഡ് ചെയ്ത് കിട്ടുന്നത്, എന്നാണോ എൻട്രി ഇൻവാർഡ് കിട്ടുന്നത്, ഏതാണോ ലേറ്റർ സംഭവിക്കുന്നത് അതായിരിക്കും എന്ത് റേറ്റ് ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഈ സാധനം നോട്ട് ചെയ്തില്ലേ? പ്രോബ്ലം ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? ഇനി റെലവന്റ് ഡേറ്റ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടി ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡ്യൂട്ടി ആണ്. ഇപ്പൊ നമ്മൾ എന്താ പറയാ, പെർസെന്റേജ് അല്ലേ? എത്ര പെർസെന്റേജ് ആണ് ടാക്സബിലിറ്റി എന്നുള്ള കേസ്. ഓക്കെ, പെർസെന്റേജ് ഓഫ് ഡ്യൂട്ടി, അപ്ലിക്കബിൾ ഡേറ്റ്, അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ്. ഏത് ദിവസത്തെ പെർസെന്റേജ് ഓഫ് ഡ്യൂട്ടി ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എന്താ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്? എക്സ്ചേഞ്ച് വാല്യൂ ഇല്ലേ? എക്സ്ചേഞ്ച് വാല്യൂ കസ്റ്റംസിന്റെ കേസിൽ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യനിൽ 2 റേറ്റ് തന്നിട്ടുണ്ടാവും. നോർമലി ചിലപ്പോ കസ്റ്റംസ് ആക്ടിലെ CBIC റേറ്റ് മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബാങ്ക് റേറ്റ്, RBI റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല റേറ്റും തരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് RBI റേറ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, ബാങ്ക് റേറ്റ് അല്ല നോക്കേണ്ടത്, CBIC റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ആണ് നോക്കേണ്ടത്. ഇപ്പോ ഒരു സാധനം ഞാൻ US നിന്നും ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്തു, അപ്പോ അതിന് ഏത് ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കണം, $1 എത്ര രൂപയാണ് എന്നുള്ളതുണ്ടല്ലോ, അത് ഏത് ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ എക്സ്ചേഞ്ച് റേറ്റ് RBI റേറ്റ് അല്ല നോക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. RBI റേറ്റ് അല്ല, ഏത് റേറ്റാ നോക്കുക? CBIC റേറ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. CBIC റേറ്റ് ആസ് ഓൺ 18 ജൂൺ 2021 ആണെങ്കിൽ അങ്ങനെ പറയും. ക്ലിയർ? അപ്പൊ നമ്മൾ ഏത് റേറ്റ് എടുക്കാം? CBIC റേറ്റ് ആണ് എടുക്കുക. ഓക്കെ ആണല്ലോ? ഒപ്പം പിടിച്ചോണേ. എന്തിനാ? ഈ 20 മാർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഫുൾ GST ഫുൾ എക്സംഷൻ എങ്കിലും കിട്ടും. ഓക്കെ, CBIC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇൻഡയറക്ട് ടാക്സിന്റെ ബോർഡ് ഏതാ? നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഡിഫറൻസസ്?
CBEC ആയിരുന്നു ആദ്യം, ഇപ്പൊ CBIC ആയി എന്ന് പറഞ്ഞു. എന്തായിരുന്നു? ആരാണോ അതോറിറ്റി? ബോർഡ് ഏതാ? ഇൻഡയറക്ട് ടാക്സിന്റെ ബോർഡ് ഏതാ? ഡയറക്ട് ടാക്സിന്റെ ബോർഡ് ഏതാ? ഇതൊക്കെ മറന്നോ? ഏതാ ഡയറക്ട് ടാക്സിന്റെ ബോർഡ്, ഏതാ ഇൻഡയറക്ട് ടാക്സിന്റെ ബോർഡ്? ഏതാടോ? ആർക്കും ഓർമ്മല്ല? CBICയുടെ ഫുൾ ഫോം ആർക്കും ഓർമ്മല്ല? ഏതാ ബോർഡ്? CBDT ഡയറക്ട് ടാക്സിന്റെ, അതെന്താ? സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ്. ഒരാൾ പറഞ്ഞത് ശരിയാണ്, പേരൊപ്പോ എന്നാണ്. ഓക്കെ, അപ്പോ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്നുള്ളതാണ് ഇൻഡയറക്ട് ടാക്സിന്റെ ബോർഡ്. അപ്പോ ആ ബോർഡ് നിശ്ചയിച്ച റേറ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ, റെഡി. അപ്പോ ഈ ബോർഡ് നിശ്ചയിച്ച റേറ്റ് ആണ് എന്ന് പറയുന്നത് നമ്മൾ നോക്കേണ്ട റേറ്റ്. ഓക്കെ, ഇതിന്റെ മുമ്പത്തെ പേര് CBEC ആയിരുന്നു, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി ആൻഡ് കസ്റ്റംസ്. അതിപ്പോ മാറ്റിയിട്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആക്കി. ഓക്കെ ആണല്ലോ? GST വന്നതിന് ശേഷം എക്സൈസ് ഡ്യൂട്ടി ചില പ്രൊഡക്ട്സിന് ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും എന്താണ്? GST തന്നെയല്ലേ? ഓക്കെ, ഇനി കേസ് ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോം കൺസംഷന് വേണ്ടി ഗുഡ്സ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ എന്നാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത്, ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എടുക്കുക. ഓക്കെ, ആ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ്. ഓക്കെ ആണല്ലോ? മറ്റേത് എന്തായിരുന്നു? ഗുഡ്സ് ക്ലിയർഡ് ഫോർ ഹോം കൺസംഷൻ ആണെങ്കിൽ എന്നാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നാണോ എൻട്രി ഇൻവാർഡ്സ്, വിച്ച് എവർ ഈസ് ലേറ്റർ. ഓക്കെ ആണല്ലോ? മാറിപ്പോരുതേ. റേറ്റിന്റെ കേസിൽ ഏതാണോ പിന്നീട് സംഭവിക്കുന്നത്, എക്സ്ചേഞ്ച് വാല്യൂന്റെ കേസിൽ എന്നാണോ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി ഗുഡ്സ് ക്ലിയർഡ് ഫോർ വെയർഹൌസിംഗിന് വേണ്ടി ഗുഡ്സ് ക്ലിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്നാണോ ഇൻടു ബോണ്ട് ബിൽ ഓഫ് എൻട്രി, നമ്മൾ പറഞ്ഞു വെയർഹൌസിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ബിൽ ഓഫ് എൻട്രി. ഓക്കെ, ബിൽ ഓഫ് എൻട്രി വെയർഹൌസിലോട്ട് മാറ്റാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ബിൽ ഓഫ് എൻട്രി, അവിടെ നിന്നും ക്ലിയർ ചെയ്യുന്നതാണ് X2 ബിൽ ഓഫ് എൻട്രി. എന്ത് പറഞ്ഞു നമ്മള്? എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി ആണ്. എന്തിനു ഉപയോഗിക്കുക? ഗുഡ്സ് ക്ലിയർഡ് ഫോർ വെയർഹൌസിംഗിന്റെ കേസിൽ റേറ്റ് നോക്കാൻ ഉപയോഗിക്കുക. എക്സ് ബോണ്ട് വെയർഹൌസിൽ നിന്നും ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതെന്താ? വെയർഹൌസിലോട്ട് മാറ്റാൻ ഉപയോഗിക്കുന്നത്. എന്നാണോ വെയർഹൌസിലോട്ട് മാറ്റുന്നത്, അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഏത് കേസിൽ അപ്ലിക്കബിൾ ആക്കുക? നമ്മൾ വെയർഹൌസിലോട്ട് മൂവ് ചെയ്യുന്ന കേസിൽ അപ്ലിക്കബിൾ ആക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? റെഡി? വെയർഹൌസിൽ നിന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്ത എക്സ് ബോണ്ട് ബിൽ ഓഫ് എൻട്രി. ഓക്കെ, ഇനി
ഇർഷാദ് ഒന്നും പോസ്റ്റ് ആക്കുക. നെറ്റിന് എന്തോ പ്രശ്നമുണ്ട് ഇവിടെ, നല്ല മഴ ഉണ്ട്, മഴയും കൂടായിട്ട് നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഇനി എക്സ്പോർട്ടിന്റെ കേസിൽ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടുന്ന ഡേറ്റ് ആണ് എന്തിൽ നോക്കുക? എക്സ്പോർട്ട് ഓർഡർ കിട്ടുന്ന ഡേറ്റിന്റെ അന്നത്തെ ഡ്യൂട്ടിയാണ്, പെർസെന്റേജ് ആണ് നമ്മൾ നോക്കുക. എക്സ്ചേഞ്ച് റേറ്റ് എന്നത്തെ നോക്കുക? നമ്മൾ എന്നാണോ ഷിപ്പിംഗ് ബില്ല് സബ്മിറ്റ് ചെയ്തത് ആ ഡേറ്റ് ആണ് നോക്കുക. ഓക്കെ, എന്നാണോ ഷിപ്പിംഗ് ബില്ല് സബ്മിറ്റ് ചെയ്തത് ആ ഡേറ്റ് ആണ് എക്സ്പോർട്ടിന്റെ കേസിൽ നോക്കുക. ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്തോ എല്ലാവരും? എല്ലാവരും ഈ കാര്യം നോട്ട് ചെയ്തോ? സാറേ കാണില്ലല്ലോ, സ്ക്രീൻ കാണില്ലല്ലോ. സാറേ സ്ക്രീൻ കാണുന്നില്ല. ഇപ്പോഴും അയ്യോ ഒന്നും കാണുന്നില്ലല്ലോ. സാറ് ഓഡിയോ വരെ കണക്ട് ആക്കിയിട്ടില്ല, അങ്ങനെ കാണിച്ചു. എന്റെ ഓഡിയോ കണക്റ്റഡ് ആണ്. അന്നിവിടെ കാണിക്കുന്നില്ലല്ലോ. ഓഡിയോ കേൾക്കുന്നുണ്ട്, നിങ്ങൾ അത്ര വെക്കണം, നിങ്ങളെ കാണില്ല. ഇത് ഓഡിയോ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ ഓഡിയോ കണക്ട് ആയ മാതിരി കാണിച്ചു. സ്ക്രീനൊന്നുമില്ല. നിങ്ങളെയും കാണുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, സ്ക്രീൻ ഇല്ല. ഇപ്പൊ സാർ കാണുന്നു. നമുക്കേ അല്ലാത്ത ദിവസം മാറ്റിയേക്കാൻ നല്ല ഐഡിയ. ഇവിടെ രാവിലെ മുതൽ മഴയാണ്. വോയിസ് ഒക്കെ സ്റ്റക്ക് ഉണ്ട്. സാറെ മഴ വരുമ്പോ ആണയായിരുന്നു കണ്ടോളി.